ഇന്ന് ഞാനുള്ളത് മാതൃഭൂമിയിലെ ഗോകുലിനോടൊപ്പമാണ്. റിപ്പോർട്ടർ ഗോകുൽ. സാധാരണ ഇത് എൻ്റെ ഡയലോഗാണ്, പക്ഷെ ഇന്നിപ്പോൾ സോന ഏതായാലും പറയാം. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ വ്ളോഗിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എത്തിയത്? വ്ളോഗിൽ വരണം കൊണ്ട് വന്നതല്ല, അങ്ങനെ വന്നു. അങ്ങനെ ഫാമിലി സപ്പോർട്ടും പിന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടപ്പോൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി എൻ്റെ അച്ഛനായിരുന്നു ആദ്യം വന്നത്. അതിനുശേഷം പിന്നെ ഞാൻ അമ്മ ആകെ നാട്ടിലായിരുന്നു. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ സ്റ്റഡീസൊന്നും കറക്റ്റായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളിവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളിവിടെ ആക്ച്വലി എനിക്ക് ഏത് ലാംഗ്വേജിനേക്കാളും കൂടുതൽ കംഫർട്ട് മലയാളമാണ്. പിന്നെ മലയാളം ഓഡിയൻസിന് എന്നെയും ഭയങ്കര ഇഷ്ടമായത് കാരണം ഓക്കെ നമുക്ക് എന്തായാലും മലയാളത്തിൽ തുടങ്ങാമല്ലോ വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയതായിരുന്നു. ഞാൻ പാലക്കാട്ടുകാരിയാണ്. ഇപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് അഭിപ്രായം പറയാറ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകുമ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പാലക്കാട് സ്ലാങ്ങിൽ സംസാരിക്കണം, കാരണം അത് ലോക്കൽ ലാംഗ്വേജാണ്, നന്നായിട്ടില്ല, മാറ്റി പിടിക്കുക അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഞാൻ അപ്പോഴൊക്കെ തളർന്നപ്പോൾ എൻ്റെ ഒരു ചേച്ചിയുണ്ട്, മീൻസ് ചേച്ചി മലയാളിയാണ്, ശ്രീജ എന്നാണ് പേര്. എന്നെ എപ്പോഴും ബൂസ്റ്റപ്പ് ചെയ്യും. ഓക്കെ കുഴപ്പമില്ല സോന, അതാണ് നിൻ്റെ വെറൈറ്റി, നീ അങ്ങനെ സംസാരിച്ച് ആരും എന്ത് പറഞ്ഞാലും കെയർ ചെയ്യേണ്ട. അതുപോലെ കുറച്ച് 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരും നല്ല സപ്പോർട്ടാണ്. കുഴപ്പമില്ല, നീ അങ്ങനെയാണ്, പാലക്കാട് ഇരിക്കുമ്പോൾ പാലക്കാട് സ്ലാങ്ങിൽ സംസാരിക്കുക, അല്ലാതെ വേറെ സ്ലാങ് കിട്ടില്ലല്ലോ, അങ്ങനെ പറഞ്ഞ് കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്ത്. എനിക്ക് നേപ്പാളിലുള്ള എല്ലാ കണ്ടന്റും ഫേവറേറ്റാണ്. എനിക്ക് അതിൽ കൂടുതലും ഫേവറേറ്റ് എൻ്റെ മാമൻ്റെ മോനുണ്ട്, യുവരാജുണ്ട്. അവൻ്റെ കൂടെ എടുക്കുമ്പോൾ എല്ലാം എനിക്ക് ഫേവറേറ്റാണ്. നല്ല എന്താ പറയുക, നല്ല ക്യൂട്ടാണ്, പിന്നെ എന്താ പറയുക, ആക്റ്റീവാണ്. इतनी देर मोले इंटरव्यू निकाले मातृभूमि न्यूज़ रिपोर्टर गोकुले थैंक यू नर्तन धन्यवाद गोर्चु. AV മുകേഷിനും സോനയ്ക്കും ഒപ്പം ഗോകുൽ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.